ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ ലെറ്റ്സ് പ്ലേ അല്ല കളിക്കാൻ പോണേ. വൺ ബ്ലോക്ക് ഇത് നല്ല പോപ്പുലറായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കളി തുടങ്ങാം. ഞാനത് ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതാ ഇമ്പോർട്ടാണ്, ഇപ്പോൾ ഉണ്ടോ കേട്ടോ. അതുകൊണ്ട് വേൾഡ് ഇമ്പോർട്ട് ഫിനിഷ്ഡ് ആയില്ലോ. ഇവിടെ എവിടെ 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 എവിടെയാ വന്നേ? അതുകൊണ്ട് രണ്ടാമത്തേലാണോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ടെസ്റ്റിങ് നടത്തിയ കുറച്ച്. അതുകൊണ്ട് ഇതാ ബാക്കപ്പ് ആക്കിയിട്ട് എടുത്തോ കളിച്ചോളാം. ഇതൊന്ന് ലോഡായിട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ലോഡായിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് വീഴും കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ തിരിച്ചങ്ങടിക്കാൻ ഫോൺ തന്നെ. ഉണ്ട് കണ്ടോ, എന്തായാലും നമ്മളിത് മൈൻഡ് ചെയ്ത് നമ്മൾ ധാരിക്കാൻ പോകുന്നത് കണ്ടോ. ഒന്നും കൂടി റീസ്പോൺ ആവണം. എന്നിട്ട് അയ്യോ പോയി ഓൾറെഡി കളഞ്ഞ്. പോയി എക്സിറ്റ് അടിച്ചു. റീസ്പോണ് ഇനി ഒരു പ്രാവശ്യം കൂടി മരിക്കേണ്ടി വരും. അതുകൊണ്ട് മരിച്ചു. ഫോർസ്റ്റാ ചത്തു. അതുകൊണ്ട് നമുക്ക് ഇതിനി മൈൻഡ് ചെയ്യാം. ഇനി ആദ്യം തന്നെ ജസ്റ്റാണല്ലോ. വൈബ വേറെ വൈബ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതും വെച്ചിട്ട്, ഇത് റെയർ ചെസ്റ്റൊന്നുമല്ല. നമുക്ക് സാപ്ലിങ്സും കുറച്ച് പംകിൻ സീഡും സൺഫ്ലവറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയുള്ളൂ. ലാർജ് ഫണ്ടിനൊക്കെ റെയറാണ് കിട്ടാൻ. ഫാണ് തൽക്കാലത്തിന് ഇവിടെ വെച്ചേക്കാം. അതുകൊണ്ട് ഇനി ഇതും കൂടി മൈൻഡ് ചെയ്യട്ടെ. ചെസ്റ്റ് നമുക്ക് നിറയെ നേരം മൈൻഡ് ചെയ്യണം. കേട്ടാൻ പറ്റില്ല, ഫോണായാലോ. പിന്നെ ഇവിടെ എന്തോ വന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ ചാൻസില്ല. പോപ്പുലൊക്കെ വിട്ടിട്ട് നമുക്ക് പിഗ് ഒന്നായിരുന്നു മുമ്പേ. ഏതാ അൺഎക്സ്പെക്റ്റഡാ മൊത്തം. നമ്മുടെ എല്ലാം എടുത്തോ വീറ്റ് സീഡും ക്യാരറ്റും. അതുകൊണ്ട് 2 ജസ്റ്റാണ് ഇപ്പം തന്നെ. ഇതും കൂടി മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമുക്ക് ഓക്ക് ചെസ്റ്റില്ല 2 കിട്ടിയത്. നമുക്ക് അതുകൊണ്ട് ഇപ്പം തന്നെ ഇവിടെ വച്ചേക്കാം. കാരണം ഇപ്പം തന്നെ നമുക്ക് സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് സമാധാനമില്ല ഇപ്പം. നമുക്ക് സമാധാനം കിട്ടാൻ ഒരൊറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഒന്ന് ഓടിക്കെടുത്ത് ചാടണം. അങ്ങനെ ചെയ്താൽ ഒരു സമാധാനം ഉണ്ടാവും. അത് പറഞ്ഞാൽ വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഞാൻ അടുത്ത ഒരൊറ്റ ചാട്ടം ചാടണം. എന്നിട്ട് റീസ്പോൺ ആവണം. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് റീസ്പോൺ ആവണം. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക. ഇല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് വേൾഡ് പിന്നെ കളിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നിറയെ ഐറ്റംസ് പൊട്ടിച്ചിട്ടെടുത്തിട്ടിരിക്കണം. നമുക്ക് ഏകദേശം ഇനി നമ്മൾ വിടാതെ മൈൻഡ് ചെയ്യണം. ലോകമൊന്നും ആദ്യത്തെ ലോകമൊന്നും. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാമാനം കിട്ടും. അത് നമുക്ക് തൽക്കാലത്തിന് അത് നമ്മുടെ ലാർജ് ഫോൺ മൈൻഡ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. ഇനി നമ്മുടെ 12 ഡയറക്റ്റ് എടുത്തിട്ട് എന്നിട്ട് ഇത് മൊത്തം ഇവിടെ വെക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ മൊത്തം വെക്കണം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. അതുകൊണ്ട് ഇങ്ങനെ വെക്കണം. അതുകൊണ്ട് എന്നിട്ട് ഇവിടെയും ഇത് പിന്നെ ഇങ്ങനെ വെച്ചാൽ ഗ്രാസ് ബ്ലോക്ക് ആയാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈസിയൊക്കെ കണ്ടുപിടിക്കാം. ഞാൻ കാരണം പ്രോ പ്ലെയറാ മൈൻക്രാഫ്റ്റിൽ. വേറെ ഒന്നും വിചാരിക്കണ്ട, നിങ്ങളെ ഒരു അടയാളം വെച്ചാൽ മതി.
അതുകൊണ്ട് അക്കേഷ്യ ലോകം കിട്ടി. അതുകൊണ്ട് നമുക്കിനി വിടാതെ മൈൻഡ് ചെയ്യാം. അങ്ങനെ അവിടെ നിൽക്കട്ടെ, നമുക്കിങ്ങനെ മൈൻഡ് ചെയ്തിട്ടിരിക്കാം. അതുകൊണ്ട് നമുക്ക് നിറയായെന്ന് വിചാരിച്ചാൽ ഈ ലോകം കൂടി പൊട്ടിച്ചിട്ട് ഒരു ചെസ്റ്റ് വരുന്നവരെ പൊട്ടിക്കാം. അതുകൊണ്ട് അപ്പോൾ നിറയെ കിട്ടുമായിരിക്കും, മിക്കവാറും നിറയെ റിസോഴ്സസ് കിട്ടുമായിരിക്കും. അതുകൊണ്ട് പിക്കപ്പ് ചെയ്യാം. അല്ല ഇപ്പോഴല്ല, ചെസ്റ്റ് വരുന്നവരെ മൈൻഡ് ചെയ്യാം. എന്താ ഇത്? ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് 14 മിനിറ്റാണ്. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഏതും കൂടാ ഏതാ ആരത്? മുമ്പേ ഒരു നെല്ല് വന്നു, അവനടിച്ചപ്പോൾ ഞാനേ ഒരു പിഗൂട്ടിൻ്റെ സൗണ്ട് കേട്ടു. നമുക്ക് കൗ ക്രഷറും ഉണ്ടാക്കണം. എക്സ്പ്ലേല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യാമറ ഞാൻ മറ്റേ എൻ്റെ പഴയ വേൾഡിൽ ഡിലീറ്റ് ചെയ്ത് പോയില്ലേ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാത്തവർ കാണുക. അതിൽ ഞാൻ കൗ ക്രഷറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, അപ്പോഴാണ് എൻ്റെ വേൾഡ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയത്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അതിൽ ലോസ്റ്റ് മൈ വേൾഡ് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ഈ ചെസ്റ്റിൻ്റെ അകത്ത് വല്ലതും ഫോട്ടോ സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇനി കിട്ടിയ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തേക്ക് ഈ ലോഗ് മാത്രം കൈയെടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ ഫുൾ ടൂൾസും കിട്ടിയാണ്. ബാക്കിയുള്ള എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇത് മൊത്തം 24 ബ്ലാങ്കും 24 ഇതും ആക്കണം. എന്നിട്ടുണ്ട് ഇത് നമ്മൾ കറക്റ്റ് നടുവിൽ വെച്ചിട്ട് അത് കൈ വെച്ച് സ്പ്ലിറ്റ് ചെയ്താലും മതി. നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ 12 കാണിക്കും. 12 വെച്ചിട്ട് അത് മൊത്തം സ്റ്റിക്കാക്കണം. അത് ഞാൻ കാണിച്ചു തരാം, അത് വലിയ ഈസിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്വാഡ് ഉണ്ടാക്കണം, ഒരു ആക്സ് ഉണ്ടാക്കണം, ഒരു പിക്കാക്സ് ഉണ്ടാക്കണം, 3 ശവലും ഒരു ഹോയും വേണമെങ്കിൽ 2 പിക്കാക്സും ഒരു ആക്സും കൂടി ഉണ്ടാക്കാം. കണ്ട ഇങ്ങനെ നിങ്ങൾ പ്രോ പ്ലെയറായി ആദ്യം തന്നെ തുടങ്ങണം. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ ബുദ്ധിപൂർവമായ കളിയാണ് ഇതൊക്കെ. അതുകൊണ്ട് എന്നിട്ട് ഇതിങ്ങനെ മാറ്റിയിട്ട് എന്നിട്ട് ഈ ശവല വെച്ച് ഇങ്ങനെ തോണ്ടി എടുക്കുക. അതുകൊണ്ട് ഇത് ഈ ശരിക്കും 1 ബ്ലോക്ക് ഇങ്ങനെ ടൂൾസ് വെച്ച് കളിക്കുമ്പോൾ കറക്റ്റ് ടൂൾ ഏതാണെന്ന് നമ്മൾ മാറ്റി കളിക്കണം. അത് ഇച്ചിരി ചെറിയൊരു പാടാ. നമ്മൾ ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോരെണ്ണം വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഓരോ 2 എപ്പിസോഡ് കൂടുമ്പോഴും ഓരോ ലെവൽ കളിക്കും. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് അണ്ടർഗ്രൗണ്ട് തുടങ്ങും, എന്നിട്ട് അടുത്ത എപ്പിസോഡ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ അതുകൊണ്ട് മഴയും വന്നു, ആദ്യത്തെ റെയിന്. അതുകൊണ്ട് ഇപ്പം ഇടിവെട്ട് മഴയാ. റെയിൻ കോട്ട് മേടിച്ചിടായിരുന്നു, നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ചെസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ പൊളിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിറയെ ഐറ്റംസ് കിട്ടിയാണ്. പിന്നെ ഷവർ വെച്ച് തന്നെ ഞാൻ ഷൗഡ് വാങ്ങി. അങ്ങനെ എന്താ സൗണ്ട് ഇല്ലേ, ഒരു ചെസ്റ്റ് വരട്ടെ എന്നാൽ പൊളിച്ചാനെ. 143 ആയാലേ അടുത്തതാവണ്ടല്ലേ. കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഷവൽ ഇത്ര ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ പിന്നെ ഷവലൊക്കെ അതുകൊണ്ട് വേറെ റൂൾസെങ്കിലും നമുക്ക് സ്റ്റോണിൻ്റെ ഉണ്ടാക്കണം. സ്റ്റോണിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ഓടിയുണ്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ റിച്ചായി. നിറയെ സാധനമുണ്ട്. അതന്നെ നിറയെ അക്കേഷ്യ ലോകൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ അടുത്ത ഓടിയാറായി, തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് 175 ഞാനൊക്കെ കളിച്ച സമയത്ത് അതുകൊണ്ട് 200 ആവണതിന് മുമ്പേ അടുത്ത അണ്ടർഗ്രൗണ്ടെന്ന് പറഞ്ഞു കാണിക്കും. അപ്പോൾ ഞാൻ ഇത്ര ഓട്ടം അതൊക്കെ ആയിരുന്നു. ഇനി 1000 ബ്ലോക്ക് മൈൻഡ് ചെയ്യേണ്ടി വരും. 200 ആവാറായി. 200ആയി.
250 ആവേണ്ടി വരും. ഒരു ചെസ്റ്റും കൂടി വന്നിട്ടേ നമ്മൾ ഇവിടത്തുള്ളൂ. അപ്പോൾ ഒടിയാറായി. അടുത്തവൻ വെയിറ്റ് ചെയ്തത് ഇപ്പോൾ ഒടിയും. എന്താ ഒടിഞ്ഞു എന്താ ഇത് ഓടിയാത്തത്? ഒടിഞ്ഞു. പിന്നെ ഞാൻ റിച്ചാണ് കേട്ടോ ഇതിൽ. അതുകൊണ്ട് എൻ്റെ എല്ലാം തീർന്നുണ്ട്, എല്ലാ ശവലും തീർന്നുണ്ട്. ഒറ്റയടിക്കിരുന്ന് മൈൻഡ് ചെയ്ത ഇതാ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ നിറയെ ഇടുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. ഇതിൻ്റെ അടിയിൽ ഗ്രാവലൊക്കെ വന്നാൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെണ്ണതിന് മുമ്പ് ഒരു ലെവലെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് മൈൻഡ് ചെയ്യട്ടെ. വാട്ടർ ബക്കറ്റ് ഉണ്ട്, ഐസും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അതും കൂടി ചെയ്യാം. നമുക്ക് ഏത് ബ്ലോക്ക് വെക്കും? നമ്മുടെ ഡെർട്ട് വെക്കാം. അതുകൊണ്ടേ ഡെർട്ട് വെക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുമിഞ്ഞിരുന്നിട്ട് പിന്നെ നിങ്ങളുടെ എല്ലാ വാല്യുബിളായിട്ടുള്ള ഐറ്റംസ് എല്ലാം മാറ്റി വെക്കുക. ആകെ ബക്കറ്റും ഡേർട്ടും മാത്രം എടുത്താൽ മതി. മരിക്കില്ലേ? മരിക്കത്തില്ലേ? ആ ഡേർട്ട് ഒരെണ്ണമെങ്കിലും കൈ വേണം. ഒരു ഡേർട്ടും നിങ്ങളുടെ വാട്ടർ ബക്കറ്റും. അതും അങ്ങനെ വാട്ടർ ബക്കറ്റും കൊണ്ടുപോലെ നിങ്ങൾ മിക്കവാറും മരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ബക്കറ്റ് എടുത്ത് കയറ്റി വെച്ചിട്ട് വെക്കോ. അതാണെങ്കിൽ പിന്നെ സേഫ്റ്റിയാന്ന് പറയാം. അതുകൊണ്ടേ ഇവിടെ വന്നിട്ട് സ്നീക്കായിട്ട് ഇവിടെ ഈ ഒറ്റ മിനിറ്റ് നമുക്ക് തോണ്ടേ ഇത് മൈൻഡ് ചെയ്തിട്ട് പോവുക. ഇതിൻ്റെ അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ആവില്ലേ? അത് വേണ്ട. അങ്ങനെ ഓപ്പൺ ആയാലേ അണ്ടർഗ്രൗണ്ടായി മോനെ. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പോഴാണ് സമാധാനമായതില്ലേ? കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഇതെടുത്തിട്ട് ആദ്യം നമ്മുടെ ബക്കറ്റ് എടുക്കണം. നമ്മുടെ ബക്കറ്റ് എടുത്തിട്ട് ആ വെള്ളം എടുത്ത് ആ വാട്ടർ ബക്കറ്റും ആ ചെസ്റ്റും കയറ്റി വെച്ചിട്ട് നിങ്ങൾ ഡേർട്ട് മാത്രം ഉടച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. അതിന് മുമ്പ് ഒരു സ്റ്റോൺ പിക്കാക്സ് എങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും അറിയാതിരിക്കുന്നതുകൊണ്ട് 2 സ്റ്റിക്കും 3 സ്റ്റോണും മതിയായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ആൻ്റെ സൈറ്റ് മൈൻഡ് ചെയ്തിട്ട് കോള് വന്നു. അപ്പോൾ കോള് മൈൻഡ് ചെയ്തിട്ട് സ്റ്റോൺ വന്നു. ഗ്ലാസ് സ്റ്റോണ് എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ വുഡൻ ഇതും എന്നിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ഷവൽ ഉണ്ടാക്കുക 2 എണ്ണം. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണം. പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടി ഉണ്ടാക്കണം. എന്നിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഫർണസ്. അതില്ലെങ്കിൽ കളി നടക്കത്തില്ല. അപ്പോൾ ഫർണസും കൂടി ഉണ്ടാക്കണം. അതിന് ഡയറായിട്ട് മൈൻഡ് ചെയ്യണം. സ്റ്റോൺ വന്നു. സ്റ്റോണ് ഈ ലെവലിൽ നമുക്ക് നിറയെ സ്റ്റോണാണ് കിട്ടുക. അയൺ വന്നു മോനെ. ഞാൻ ഇല്ല എനിക്ക് ഇന്ന് അയണും കൂടി മൈൻഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കേട്ടോ. അയണും മൈൻഡ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മുടെ ഫർണസും കൂടി ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ സ്റ്റോൺ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഈ അയണും കൂടി മൈൻഡ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡിൽ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഷീപ്പൊന്നുമില്ലേ? അതിനെ കൊന്നുകയും ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് കിട്ടിയ എല്ലാ വാല്യുബിൾ ഐറ്റംസും ഇതിൻ്റെ അകത്തേക്ക് വെക്കണം. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രത്യേകിച്ച് ഈ വൂള് എന്നിട്ട് കൊണ്ട് എൻ്റെ ഇതും എടുത്തിട്ട് ഇതും കൂടി ക്രാഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.